ഓരോ വർഷവും നിരവധി പേരാണ് IFFKയിൽ ഒഴുകിയെത്തുന്നത്. എന്താണ് IFFKയെ ജനപ്രിയമാക്കാനുള്ള കാരണം? നമുക്ക് ഇവിടെ എത്തിയ സിനിമാ പ്രേമികളോട് തന്നെ ചോദിച്ചറിയാം. IFFK ഈ പ്രാവശ്യത്തെ IFFKയിൽ തീർച്ചയായിട്ടും വിമൻ ഡയറക്ടേഴ്സിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ഫോക്കസ് കൊടുക്കുന്ന മേളകൾ നമ്മുടെ ഇന്ത്യയിൽ പല മേളകൾ നടക്കുന്നുണ്ട്. അത്ര ഇല്ലാന്ന് തോന്നും. ഏറ്റവും പ്രാധാന്യം IFFKയുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഇവിടെ ഇത്രയും ഒരു ഫിലിം ഡയറക്ടർ ഇവിടെ വരികയാണെങ്കിൽ ഇത്രയും നല്ലൊരു ക്രൗഡിന് ഇത്ര തിരക്കും തിക്കൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ക്രൗഡ് ഉണ്ടല്ലോ എന്നൊരു പോയിന്റ്. സോ ഫിലിം കാണാൻ വേണ്ടി ഇത്ര നല്ലൊരു ഓഡിയൻസിന് പലതവണ ഞാൻ ആദ്യത്തെ ഒരു ഫിലിം കണ്ടത് ഒരു ഈജിപ്ഷ്യൻ ഫിലിമായിരുന്നു. അതിൻ്റെ ആക്ടറോടായിരുന്നു. അതുകൊണ്ട് എൻ്റെ നാട്ടിലൊന്നും ഇതുപോലെ ഓഡിയൻസ് ഒന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ പാക്കേജിങ്ങും നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ട് തന്നെ പാക്കേജിങ് ചെയ്യുന്നു. പിന്നെ ഒരു ട്രെൻഡ് ഇപ്രാവശ്യമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെയുള്ള ഫിലിം ഫോം എന്ന് പറയില്ലേ, ഫിലിമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് കാണാനുള്ള വലിയൊരു അവസരമാണ് IFFK എന്ന് പറയുന്നത്. ഗോവ ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ പലർക്കും ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ പ്രൊപ്പഗാൻഡ ടൈപ്പ് ഓഫ് ഫെസ്റ്റിവലായി മാറിക്കഴിഞ്ഞത്. അതായത് ഇപ്പോൾ കേന്ദ്രമൊക്കെ ഭരിക്കുന്ന ആ ഒരു ഇതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ ഫെസ്റ്റിവൽ പോലെ എനിക്ക് തോന്നിക്കുന്നത് അതിനോട് ബന്ധം. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഒരു പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഇനോഗ്രൽ ഫിലിം അത് ബ്രസീലിലത്തെ ഐ വിൽ ബി ദർ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്ന ബ്രസീലിലുള്ള ആളുകൾക്ക് എതിരെ നടന്ന ഒരു മിലിറ്ററി വേട്ടയുടെ കഥയായിരുന്നു. അത് കാണിക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു പടം കണ്ടത് റൊമേനിയൻ പടമാണ്. അത് റൊമേനിയയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുകയും ഒരു ജനങ്ങളെ ഏറ്റെടുക്കുന്ന വേറൊരു ഭരണമാണ്. അപ്പോൾ ഇവിടെ ആരും നമ്മൾ വേർതിരിച്ച് നിർത്തുന്നില്ല. അതായത് എക്സ്ക്ലൂസീവ് അല്ല, നമ്മൾ ഇവിടെ എല്ലാ ഇൻക്ലൂസീവായ പൊളിറ്റിക്സ് ഗവൺമെൻറ്റിനെയോ നമ്മുടെ ഏതെങ്കിലും പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ വിമർശിക്കുന്ന പടങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഗോവയിൽ വിമർശിക്കുന്ന പടങ്ങൾക്കൊന്നും ഇനി സ്ഥാനം ഉണ്ടാവില്ല. അത് വലിയൊരു സങ്കടമാണ്. ഞാൻ പണ്ട് ഡൽഹിയിൽ ഫെസ്റ്റിവൽ പോയിരുന്നു, ഗോവയെ പിന്നെ പോകുന്നില്ല. ഇനി പോകാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നില്ല. പക്ഷേ IFFK മിസ് ചെയ്യാൻ പറ്റില്ല. IFFKയുടെ ആദ്യകാലം മുതലേ അതിൻ്റെ ഒരു ഉപശാലകളിലൊക്കെ ചെറിയ ജോലികൾ ചെയ്യുന്ന മുതലുള്ള ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് നമ്മുടെ ഒരു സ്വന്തം നാട്ടിലെ സ്വന്തം ഫെസ്റ്റിവലിൻ്റെ ഒരു ഫീലുണ്ട്. പക്ഷേ ഞാൻ വളരെ ക്രിട്ടിക്കലുമാണ്. ഇത്രയും ഡെമോക്രാറ്റിക് ആയാൽ സിനിമ സീരിയസ് ആയിട്ട് കാണാൻ പറ്റുന്ന സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് ആവരുന്ന അഭിപ്രായമൊന്നുമില്ല. ഇതിൻ്റെ ഒരു വ്യത്യാസം മറ്റ് പല ഫെസ്റ്റിവലുകളെ അപേക്ഷിച്ച് ഭയങ്കര ജനാധിപത്യമുള്ള സ്ഥലമാണത്. അതിന് ഗുണവും ദോഷവും ഉണ്ട്. അതതിൻ്റെ അത്ഭുതകരമായൊരു വ്യത്യാസമാണ് കേരളത്തിൽ ഇതിനു വേണ്ടി ആൾ കൂടുന്നത്. അതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ നല്ല സിനിമകളുടെ കാര്യത്തിൽ ഓരോ കാലത്തും ഏത് ഫെസ്റ്റിവൽ ആ കാലത്ത് നല്ല സിനിമകൾ ഉണ്ടായേക്കാം എന്നുള്ളതേ ഉള്ളൂ. അത് വേറെ ഫെസ്റ്റിവലുകൾ നല്ല സിനിമകളൊക്കെ വരുന്നുണ്ടാകും. എന്തായാലും സിനിമകളുടെ പ്രത്യേകിച്ച് നല്ല സിനിമ നമ്മൾ ഇൻഡിപെൻഡൻറ്റിൽ നിന്ന് ചെറുപ്പക്കാർ വിളിക്കുന്ന തരം എൻ്റർടൈൻമെൻറ്റ് സിനിമ അല്ലാത്തൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് IFFKക്ക് ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ സൃഷ്ടിക്കുന്നതിലൊക്കെ വലിയ റോളുണ്ട്. മലയാളത്തിൽ ലോക നിലവാരത്തിലുള്ള സിനിമകൾ അടുത്ത കാലത്ത് വരാൻ തുടങ്ങി, ഇന്ത്യയിൽ തന്നെ. ഇപ്പം ഇന്ന് കാനൽ അവാർഡ് കിട്ടിയ പടം പോലും ഒരർത്ഥത്തിൽ മലയാള സിനിമയാണ്. ഇക്കൊല്ലം വന്ന 2 പടങ്ങളും ഞാൻ കണ്ടില്ല, 2 പടവും വളരെ നല്ല നിലവാരമുള്ള സിനിമകളാണെന്ന് കേട്ടു. വേറെ കണ്ട സിനിമകൾ പലതും, പുതിയ സിനിമകൾ പലതും വളരെ വ്യത്യാസമുള്ള പുതിയ ലോകത്തിൻ്റെ ഭംഗികളുള്ള സിനിമയായിട്ട് തോന്നുന്നു. OTT ഫെസ്റ്റിവലിൻ്റെ പകിട്ടൊന്നും കുറയ്ക്കുകയൊന്നുമില്ല. ഒരുപക്ഷെ OTTകളൊക്കെ ഇത്രയും പിന്നെ വ്യാപകമാവുന്നതിന് പോലും ഇത്തരം ഫെസ്റ്റിവലുകൾ കാരണമാകുന്നുണ്ട്. കാര്യം നല്ല സിനിമ കണ്ടാണ് ആളുകൾ ശീലിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ സ്ലോ പേസിലുള്ള അല്ലെങ്കിൽ ഷോർട്ട് ഹോൾഡ് ചെയ്യുന്ന തരം ഒരു മൊമെൻറ്റിനെയൊക്കെ ആസ്വദിക്കാൻ പഠിക്കും ഫെസ്റ്റിവൽ. ഇപ്പോൾ ഈ IFFK എല്ലാ കാലത്തും അതിൻ്റെ ഒരു വൈവിധ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്ലൂഷൻ കൊണ്ടാണ് പല വിഭാഗങ്ങളിലുള്ള പലതരം ലോകത്തിൻ്റെ പല ജനവിഭാഗങ്ങളോടുള്ള ഒരു കരുതൽ അല്ലെങ്കിൽ അവരോടുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയാണ് പലപ്പോഴും IFFKയിൽ സിനിമകൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ഒരു ക്യൂറേറ്റഡ് സെഷൻ ഫീമെയിൽ ഗെയ്സാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു സാംസ്കാരിക ഔന്നത്യം കൊണ്ടാണ് അത്തരത്തിലൊരു ക്യൂറേഷൻ വരുന്നത്. പിന്നെ ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ, അതായത് ഇപ്പോൾ ലോകത്തെമ്പാടും ഇപ്പോൾ യൂറോപ്പിൽ നിന്നും റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ സമ്പന്നമായ രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ സിനിമകൾ വരികയും 3ാം ലോക രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് അത്ര വലിയ സിനിമകൾ, എന്നാൽ അത് ലോകത്തിലെ ജനങ്ങൾ കാണേണ്ട സിനിമകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മറ്റുള്ള ഫെസ്റ്റിവലുകളൊക്കെ അത്തരം വലിയ സിനിമകളാണ് നോക്കുക. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് അതിൻ്റെ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ ചിത്രങ്ങൾ വരുന്നത്. അതും അവരോട് കിടപിടിക്കാൻ സാധിക്കുന്ന ചിത്രങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിയത്, ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ നമ്മളിപ്പോൾ ചെന്ന് ഇപ്പോൾ അത് വളരെ മഹത്തായൊരു ഫെസ്റ്റിവലായിരുന്നു. കാരണം സഫ്ദർ ഹാഷ്മി കൊല്ലപ്പെട്ടപ്പോൾ ഷബാന ആസ്മി, ഇവിടെ നമ്മൾ ആദരിച്ച ഷബാന ആസ്മി പരസ്യമായിട്ട് ഷോകൾക്കിടയിൽ പ്രതികരിക്കുകയും ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തൊരു മേളയാണ് ഈ ഫിലിമോത്സവം എന്നൊക്കെ ഒളിപ്പിക്കുന്ന IFFI.
അവിടെ ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയാൽ കാണുന്നത് ഈ ബാഹുബലിയുടെയും RRറിൻ്റെയൊക്കെയാണ്. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ സിനിമയെ ഇത്തരം പൗരാണികതകളിലേക്ക്, നമ്മുടെ പുരാണങ്ങളിലേക്കൊക്കെ തളച്ചിടാൻ ഒരു റിവേഴ്സ് ചരിത്രം ത്തിലേക്കാണ് അവർ നോക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് നമ്മൾ ഈ ടാഗോർ പരിസരത്തോ അല്ലെങ്കിൽ നിശാഗന്ധിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഇത് വൈവിധ്യങ്ങളുടെ ഒരു മേളയാണ്. അത് ലോകത്തിലെ ഇൻക്ലൂഷനെയാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്ന ഒരു 5-6 വർഷമൊക്കെ ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ യൂത്ത് കൂടുതൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. യൂത്തിന് വളരെ പ്രാധാന്യത്തിലുള്ളൊരു ഫെസ്റ്റിവലായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഗോവ ഫിലിം ഫെസ്റ്റിവലിലും പങ്കെടുക്കാറുണ്ട്. അത് നമ്മളുടെ ഡിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ യങ്സ്റ്റേഴ്സ് വരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ഗോവയിൽ നിന്നും വ്യത്യാസമായിട്ട് പറയുകയാണെങ്കിൽ IFFKയിൽ പുതിയ സിനിമകൾ കാണാനുള്ളൊരു അവസരമുണ്ട്, തീർച്ചയായും ഉണ്ട്. പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ പ്രൈവറ്റായിട്ട് തന്നെ പോകേണ്ടി വരും. മറ്റു പല തിയേറ്ററും കുറച്ച് അകലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാനുള്ളൊരു അസൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് സിനിമകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ സിനിമകളും പുതിയ സിനിമകളും കാണാനുള്ള ഒരു അവസരമുണ്ട്, തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഇത് സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ ഓർഗനൈസേഷൻ വളരെ ഫലവത്തായിട്ട് അത് നിർവഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സിനിമ നമ്മൾ കാണുന്ന സിനിമകളൊക്കെ തന്നെ ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ പുതിയ സിനിമകൾ കാണുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. പുരോഗമന കലാമൂല്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സിനിമകളാണ് ഇവിടെ നമുക്ക് പ്രദർശനം. പക്ഷേ ഗോവയിലൊക്കെ കശ്മീർ ഫയൽസ് പോലുള്ള തീവ്രവാദം, അപ്പോൾ അതെങ്ങനെയാണ്? തീർച്ചയായും അത് അവിടെ പ്രൊപ്പഗൻഡ സിനിമകളാണ് കൂടുതലും പ്രദർശിപ്പിക്കപ്പെട്ടത്. ഞങ്ങൾ ഈ പ്രാവശ്യം പോയിരുന്നു, കഴിഞ്ഞ വർഷം പോയിരുന്നു, സ്ഥിരമായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 5-6 വർഷത്തിന് ശേഷമുള്ള സിനിമകൾ വളരെ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന ചില സിനിമകൾ പ്രൊപ്പഗൻഡ സിനിമകൾ തന്നെയാണ് തീർച്ചയായും വരുന്നത്, അത് സംശയമൊന്നുമില്ല. ഇവിടെ നമുക്ക് പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഗ്ലോബലി നമുക്ക് എടുത്തു പറയാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മരണം, മറ്റു രോഗം, ഫെമിനിസ്റ്റ് സിനിമകൾ ഒക്കെ, പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ, പുതിയ ജനറേഷനിലെ യങ്സ്റ്റേഴ്സ് അത്തരം സിനിമകൾ ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഫെമിനിസ്റ്റിയൊക്കെ അതിൽപ്പെട്ട ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. ഈ കാര്യങ്ങൾ ഫെമിനിസ്റ്റിയിൽ പ്രതിപാദ്യ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അത് നമ്മൾ എന്നോ പറയണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച സിനിമകളാണ്. നമ്മളൊരു ആസ് എ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് നമ്മളെന്നോ പറയണമെന്ന് വിചാരിച്ച സിനിമകളൊക്കെയാണ്. അത് വരുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട് പുതിയ ജനറേഷനിലെ സിനിമകൾ. അതെ, അപ്പുറം ഇതുപോലെ തന്നെ നമ്മൾ അത് ഒരു സൈഡ് പറയുന്ന ഒരു സിനിമയാണെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. മുസ്ലിം അപ്പുറം പറയുന്നത് ഒരു ഹിന്ദു റീജിയനിലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മറ്റ് സിനിമകളിൽ പറയുന്ന നമ്മളുടെ ഫെമിനിസ്റ്റിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു ക്രിറ്റിസൈസാണ്. അപ്പോൾ ഇത് വളരെ നമുക്ക് ശുഭാപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സിനിമകൾ കാണാനുള്ള ഒരു അവസരം IFFK ചെയ്യുന്നു, അത് ഫലപ്രദമായിട്ട് അവതരിപ്പിക്കും എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയം പറയുന്ന ലോക സിനിമ, അതാണ് IFFKയിലൂടെ സിനിമാ പ്രേമികളിലേക്ക് എത്തുന്നത്. അതുതന്നെയാണ് IFFKയെ വ്യത്യസ്തമാക്കുന്നതും. ക്യാമറാമാൻ വിനോദിനൊപ്പം അഷ്ടമി വിജയൻ, കൈരളി ന്യൂസ്.